ഹലോ ഗൈസ്, പെട്ടെന്നൊരു തോന്നൽ വീട്ടിൽ പോയാലോ ഒന്ന്. ഞാൻ ഇറങ്ങുന്ന നേരം മഴ ആയതുകൊണ്ട് റെയിൻകോട്ടെല്ലാം വലിച്ചു കയറ്റിയിട്ടു. അത് കഴിഞ്ഞ് വണ്ടി എടുത്ത് നേരെ മാർക്കറ്റ് എത്തിയതും നേരെ വണ്ടി സൈഡാക്കി. ഇനിയാണ് മെയിൻ പരിപാടി, സാധനം വാങ്ങണം. ഇതാണ് ടി നഗർ. ഇവിടെ എല്ലാ സാധനങ്ങളും വളരെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. മഴ പെയ്താൽ പിന്നെ ഇങ്ങനെയാണ്. ഇവിടുന്ന് കുറച്ച് സാധനങ്ങളും ഫ്രൂട്ട്സും വാങ്ങി ഇനി നേരെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയെല്ലാം നല്ല ബ്ലോക്കായിരുന്നു. ചെന്നൈയിലെ ബ്ലോക്ക് അത് 1.5 ബ്ലോക്ക് തന്നെയാണ്. 10 മിനിറ്റ് കൊണ്ട് എത്തുന്ന സ്ഥലത്ത് 1 മണിക്കൂർ നമ്മൾ ചെല്ലും. ഒരുവിധം സ്റ്റേഷനിൽ വന്ന് വണ്ടിയും പാർക്ക് ചെയ്ത് ഇനി ടിക്കറ്റ് എടുക്കണം. ഇവിടെ പിന്നെ ആധുനിക സാങ്കേതിക മിഷനൊക്കെ ഉള്ളതുകൊണ്ട് ടിക്കറ്റ് പെട്ടെന്ന് കിട്ടി. പെട്ടെന്നുള്ള യാത്ര ചെയ്തുകൊണ്ട് ഓൺലൈൻ ബുക്കിംഗ് ഒന്നും നടന്നില്ല. അതുകൊണ്ട് ജനറൽ കയറിയാണ് പോവേണ്ടത്. അതാണ് ഇപ്പോഴത്തെ ടെൻഷൻ. വല്ല കിറുക്കന്മാരും വന്ന് ചവിട്ടിത്തള്ളി പുറത്തിടുവന്നു. എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട് പ്ലാറ്റ്ഫോമിൽ ഇതുവരെ ട്രെയിൻ പിടിച്ചിട്ടില്ല എന്ന് ആ നിൽക്കുന്ന മാമ പറഞ്ഞു. അങ്ങനെ സമാധാനത്തോടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് കഴിക്കാനും മേടിച്ച് തിരിച്ച് പ്ലാറ്റ്ഫോമിൽ വന്ന് കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അതായത് എപ്പോഴും നല്ല തിരക്കായിരിക്കും. അങ്ങനെ സമയം 8:22 ആയപ്പോൾ എനിക്ക് പോകേണ്ട ട്രെയിൻ ആ പ്ലാറ്റ്ഫോമിലേക്ക് പിടിച്ചിട്ടു. ട്രെയിനിൽ കയറി സീറ്റും കിട്ടി. ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് കയറിയത്. അവധി ദിവസമായതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. ട്രെയിൻ കയറിയതും ഫുഡും കഴിച്ച് ഒരൊറ്റ ഉറക്കം കുറങ്ങി. കണ്ണു തുറന്നപ്പോൾ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ കോയമ്പത്തൂർ എത്തി. പാലക്കാട് എത്തിയതും ഒരു കോഫി വാങ്ങി കുടിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അതോടെ എടുത്ത് കളഞ്ഞു. ട്രെയിൻ എല്ലാവരും ഇപ്പോഴും നല്ല ഉറക്കമാണ്. നേരം വെളുത്തതോടെ നമ്മുടെ നാടിന്റെ പച്ചപ്പും ഹരിതാപവും കണ്ട് അങ്ങനെ ഇരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്ത് രസമല്ലേ. നാട് വിട്ട് വെളിയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവും വല്ലപ്പോഴും ഒക്കെ ഇത് കാണുമ്പോൾ കിട്ടുന്ന സുഖം. അങ്ങനെ എറണാകുളം എത്തിയതോടെ വിശപ്പിന്റെ വിളി വന്നു. അവിടെ സ്റ്റേഷനിൽ നിന്നും സമൂസ വാങ്ങി. എടുക്കുന്നത് റിസ്ക് ആണെന്ന് അറിയാമെങ്കിലും വാങ്ങി. അങ്ങനെ സമൂസയും കഴിച്ച് നേരെ നമ്മുടെ നാട്ടിലോട്ട്. ആലപ്പുഴ എത്താറായി. വലിയ തിരക്കുകളൊന്നുമില്ലാത്ത ഒരു കുഞ്ഞു റെയിൽവേ സ്റ്റേഷനാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. ഇതേ ഫോണും വിളിച്ചുകൊണ്ട് പോണ ചേച്ചിയാണ് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു തന്നത്. അങ്ങനെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ എത്തി. സ്റ്റേഷന് വെളിയിറങ്ങിയതും ഫ്രണ്ട് വിളിക്കാൻ വന്നു. അവളെ കണ്ടതും കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഫൈനലി വീടെത്തി. നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോ. അപ്പോൾ ബൈ.